ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. ഓക്കെ. മാത്തമാറ്റിക്സ് ഇല്ല? ഇല്ല ഇല്ല. ഓക്കെ. ഞാൻ അതിന് പകരം കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തിരിക്കുന്നത് മാത്തിന്. എനിക്ക് പഠിക്കാൻ പ്രോബ്ലം ഉള്ളത് ഫിസിക്സ് ഏരിയയിലാണ്. കാരണം ഞാൻ മാത്തിൽ അത്യാവശ്യം വീക്കായിരുന്നു. അപ്പൊ എനിക്ക് ന്യൂമറിക്കൽസില് നല്ല പ്രശ്നം വരാറുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ MCQ തിയറി എനിക്ക് നന്നായിട്ട് എഴുതാൻ കിട്ടും. തിയറിയിൽ എപ്പോഴും എനിക്ക് എല്ലാം. എന്താണ് MCQ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതേതില്? ഫിസിക്സില്. ഓക്കെ. എന്നുവെച്ചാ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, നമുക്ക് ആ ഉത്തരം അറിയെങ്കിൽ ചോയ്സിന്റെ ആവശ്യമില്ലല്ലോ. അത് എപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ടൈം മാനേജ്മെന്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഓക്കെ. അത് എല്ലാ ഉത്തരവും വായിക്കുന്നോണ്ടാണ്. ഇപ്പൊ അച്ഛന്റെ പേര് പറഞ്ഞ് 4 പേര് പറഞ്ഞാല് വായിച്ച സമയം കളയും. ഇല്ല. അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് അറിവില്ലാത്തവർക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടിക്കോട്ടെ, ലക്ക് ഉണ്ടെങ്കിൽ വെച്ചിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ്. മൾട്ടിപ്പിൾ ചോയ്സിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. അത് നല്ല ഡീപ്പ് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മൾട്ടിപ്പിൾ നോളജ് ഉപയോഗിക്കാം, ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. ഒരു ഉദാഹരണത്തിന് ഫാറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? വാട്ട് ഈസ് ദ ആന്റോണിം ഫോർ ഫാറ്റ്? സ്ലിം. ഉറപ്പാണോ? ഇപ്പൊ ഈ കൺഫ്യൂഷൻ ആയില്ലേ? ആ ഉറപ്പില്ലാത്തപ്പോ കൺഫ്യൂഷൻ ആകുമ്പോ ചോയ്സ് തരിക. പിന്നെയും വേറൊരു ഓപ്ഷനും കൂടി പറയും. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? സ്ലിം പറഞ്ഞു, തിൻ പറഞ്ഞു, ഈ 3 ഓപ്ഷനാണ് തരിക. അപ്പൊ കൺഫ്യൂഷൻ ആക്കും. ഇതിലേതാ ശരി? തിന്നല്ല. എന്തുകൊണ്ട് തിന്നല്ല? തിൻ തിക്കാണ്. മാത്തമാറ്റിക്സ് ആണ് ഉപയോഗിക്കുക. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ലോജിക്കാണ്. ഓക്കെ. സ്ലിം ബ്യൂട്ടി എന്ന് പറയും, ലീൻ ബ്യൂട്ടി എന്ന് പറയുമോ? അപ്പൊ സ്ലിം എന്ന് പറഞ്ഞാൽ എനർജി വേണം, ലീനിന് എനർജി ഇല്ല. മെലിഞ്ഞിരിക്കണ്ട്, എനർജി ഇല്ലെങ്കിൽ ലീൻ. മെലിഞ്ഞിരിക്കണ്ട്, എനർജി ഉണ്ടെങ്കിൽ സ്ലിം. അണ്ടർസ്റ്റുഡ്? അപ്പോ ഫാറ്റ് എന്ന് പറയുന്നത് എനർജി ഉള്ളതാണോ എനർജി ഇല്ലാത്തതാണോ? ഒരാൾ ഫാറ്റാന്ന് പറഞ്ഞാൽ അയാൾക്ക് നല്ല എനർജി ഉണ്ടെന്നാണോ ഓർത്ത എനർജി ഇല്ല എന്നാണോ? ഫാറ്റിനോ? ഫാറ്റ് അസുഖല്ലേ? അപ്പൊ ഫാറ്റും ആണ് എനർജി ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? ഹീസ് അല്ലെങ്കിൽ ഷീസ്. സ്ട്രോങ് എല്ലാവർക്കും പറയാം. ലീനും സ്ട്രോങ് ആണ്, അതൊരു വാക്കല്ല. സ്റ്റൗട്ട് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അപ്പൊ സ്റ്റൗട്ടും ഫാറ്റും എനർജി ഉള്ളതും എനർജി ഇല്ലാത്തതും. ലീനും സ്ലിമ്മും എനർജി ഉള്ളതും എനർജി ഇല്ലാത്തതും. അപ്പൊ ഫാറ്റിന്റെ ഓപ്പോസിറ്റ് എന്താവും? ഓപ്പോസിറ്റ് സ്ലിം. അപ്പൊ ഈ ലോജിക് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കും. അപ്പോൾ ഒരേ അർത്ഥമുള്ള 3-4 കൊടുത്തിട്ട് അതിനകത്ത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഇപ്പൊ 2 തരത്തിലാണ് മൾട്ടിപ്പിൾ ചോയ്സ്. ഒന്ന് വളരെ ഡീപ്പ് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു രക്ഷപ്പെട്ടിട്ട് ഒരാൾ കുറച്ച് ടിക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് പോകും. പക്ഷെ അത് നെഗറ്റീവായിട്ട് എല്ലാ എൻട്രൻസ് എക്സാമിലും ഉപയോഗിക്കും. എന്താ കാരണം? 5 questions, 2 multiple choice is right, 3 wrong, your half mark will go. കാരണം ഓരോ 3 wrongനും ഫുൾ മാർക്കാണ് ഡിഡക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാഫ് മാർക്കാണ് ഡിഡക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് യു ആൻസേർഡ് 2 റൈറ്റ് 3 wrong you get only 1 mark. മനസ്സിലായോ? 1 കിട്ടില്ല, ഹാഫേ കിട്ടുള്ളൂ. കാരണം 2-ന് 2 മാർക്ക് കിട്ടും, ഇതിൽ ഹാഫ് മാർക്സ് ആകുമ്പോൾ 1.5 ഡിഡക്ട് ചെയ്യും. So you get half marks. ഓക്കെ. അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്നത്
കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതെന്തിനാ വെച്ചാൽ യുവർ നോളജ് ഈസ് കോൺക്രീറ്റൈസ്ഡ്, ദെൻ ദർ ഇസ് നോ പ്രോബ്ലം. ഇഫ് നോട്ട് കോൺക്രീറ്റൈസ്ഡ് ഇറ്റ് ഗെറ്റ് മോർ കൺഫ്യൂസ്ഡ്. അപ്പോൾ അതിനായിട്ട് തരുന്നതാണ്. ഫിസിക്സിൽ ഏത് സബ്ജക്റ്റ്, ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത, ഏതാ ഏറ്റവും ഇഷ്ടമുള്ളത്? എനിക്ക് ഫിസിക്സിൽ ഇപ്പൊ തിയറി ആയിട്ട് എക്സ്പെരിമെന്റൽ വൈസ് ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ മക്കപ്പ് ചെയ്യേണ്ടാത്ത ടോപ്പിക്കുകൾ പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഏതാ മക്കപ്പ് ചെയ്യേണ്ടതെന്ന് പറയുമോ? ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ബെർണോളിസ് തിയറം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 5-6 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ അതെനിക്ക് സുഖമായിട്ട് എനിക്ക് അതൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എക്സാമിന് ലാസ്റ്റ് ഇയർ. എന്താണ് ബെർണോളിസ് തിയറം? അത് സ്ട്രീം ലൈൻ ഫ്ലോ, ലൈക്ക് ഇപ്പൊ ഇറഗുലർ ആയിട്ടുള്ള ഫ്ലോ ഉള്ള വാട്ടറിന്റെ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തിലേക്ക് പോകുമ്പോ അതിലുള്ള വെലോസിറ്റി ഡിഫറൻസിനെ കുറിച്ച് പറയുന്നത്. അത് വാട്ടറിന് മാത്രമേ ഉള്ളൂ? ഫ്ലൂയിഡ് എനി ഫ്ലൂയിഡ് അല്ല, ലിക്വിഡ്. ഓക്കെ. അപ്പൊ അതിൽ ഫ്ലോ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ എവിടെയാന്ന്? തന്റെ കയ്യിൽ ഇപ്പൊ വല്ലതും ഉണ്ടോ? വാട്ടറേ ഉള്ളൂ. ശരീരത്തിനകത്ത് വേറൊന്നുമില്ലേ? ബ്ലഡ്, ഹൗ ഈസ് ഇറ്റ് ഫ്ലോയിങ്? ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലേ? വലിയ ട്യൂബിലൂടെ പോകുന്ന ഫോഴ്സ് അല്ല ചെറിയ ട്യൂബിലൂടെ പോവുക. എയർ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ഞാൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. ലിക്വിഡും എയറും രണ്ടിനും ഒരേപോലെയാണ്. സോ ഇറ്റ്സ് ട്രൂ ഫോർ ഫ്ലൂയിഡ്. കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ് ഫ്ലൂയിഡ് ആണോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ നമുക്ക് വി ആർ നോട്ട് ഏബിൾ ടു റിയലൈസ് ഇറ്റ് ദാറ്റ് ഫാസ്റ്റ്. ഇപ്പം ബെർണോളിസ് തിയറം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ ആരും. സോ എനിത്തിങ് ഇൻ ഫിസിക്സ് ഈസ് റിലേറ്റബിൾ ടു യുവർ ലൈഫ് because it's physical science. മനസ്സിലായോ? ഇപ്പൊ ഞാൻ വെറുതെ ശ്വാസം എടുക്കുമ്പോൾ അറിയില്ല, വെറുതെ വായിലൂടെ സംസാരിക്കുമ്പോൾ അറിയില്ല. അതേസമയത്ത് ചൂളം വിളിക്കുന്ന സമയത്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. ത്രൂ എ സ്മോൾ നോസിൽ ഐ ആം ഗിവിംഗ് എ പ്രഷർ. അപ്പൊ ഇത് ഡെയിലി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ഫിസിക്സിൽ പഠിക്കുന്നത്. ദ പ്രോബ്ലം ഈസ് നോട്ട് യുവേഴ്സ്, ഇറ്റ് ഈസ് നോട്ട് ഫിസിക്സ് പ്രോബ്ലം. ആ ഫിസിക്സിനെ നിങ്ങളിലേക്ക് എത്തുന്ന ടീച്ചേഴ്സ് കൊള്ളാത്തതുകൊണ്ടാണ്. യു അണ്ടർസ്റ്റുഡ്? എനിത്തിങ് ഇൻ ഫിസിക്സ് ക്യാൻ ബി സീൻ ആൻഡ് വിഷ്വലൈസ്ഡ്, ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. അതിന് ട്യൂഷന് പോകുന്നുണ്ടോ മോള്? പിന്നെ എങ്ങനെ പഠിക്കുക? എക്സ്ട്രാ കുറച്ച് നോളജ് വേണം. എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നെ അറിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലായി? ഞാൻ സർ നോബിളിൽ വന്നിരുന്ന സമയത്ത് ഞാൻ നോബിളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഈ അടുത്താണ് സാറിനെ കുറിച്ച് അറിയാൻ. അല്ല, എത്ര കാലായി എന്നാ ചോദിച്ചത്. ദർ ഇസ് നോ എക്സ്പ്ലനേഷൻ. ഇറ്റ് ഹാസ് ടു ബി എ ക്വാണ്ടിറ്റി. 5 months. 5 months ആയി. ഡിഡ് യു കം അപ്പ് വിത്ത് എ ഫിസിക്സ് ക്വസ്റ്റ്യൻ ടു മീ? ഇതാണ് പ്രോബ്ലം. ബിക്കോസ് യു ഡോണ്ട് വാണ്ട്, പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്. ഇപ്പൊ ഒരു 5 months ബാക്ക് ആണ് വന്നിരുന്നു എന്ന് വിചാരിക്കൂ. You would have saved that much time in learning and then you would have performed well, no? Yeah. That's more important. നമ്മളൊരു അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കാൻ 10 മാസം വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ, 4 വർഷം വെയിറ്റ് ചെയ്യുന്നില്ല. എനിക്കുണ്ട് കുട്ടികൾ. ഇറ്റ്സ് നോട്ട് യു അലോൺ. അത് ഇടയ്ക്കിടയ്ക്കേ ചോദ്യങ്ങൾ വരുമ്പോൾ ഉടനെ ഹൗ ഈസ് ഇറ്റ് ഡൺ, ഹൗ ഈസ് ഇറ്റ്, നോ, ഹൗ ഡു വി വിഷ്വലൈസ്, അങ്ങനെ ഒരു 10 ചോദ്യം. അത് എന്നോട് ചോദിക്കണമെന്നില്ല. എൻ്റെ യൂട്യൂബിൽ ഏതെങ്കിലും യൂട്യൂബ് കണ്ടിട്ടുണ്ടോ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? Yeah, that's what I'm saying. When before you come and talk to me, see that what I am doing in that. Everything is recorded and kept. അപ്പോൾ ഇലക്ട്രിസിറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ലണ്ടനിലുള്ള ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാള്, അയാൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്ന ആളാണ്. He has a practical experience, he is a professional, he is taking classes in Europe.
അപ്പോൾ അതിൽ ഇലക്ട്രിസിറ്റി ഡോക്ടർ TPS നടിച്ചാൽ യു വിൽ സി മൈക്രോ ടീച്ചിങ് ഇൻ ഇലക്ട്രിസിറ്റി. എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സോ ഫിസിക്സ് ഈസ് ഓൾവേസ് ഇമാജിനേഷൻ. ഫിസിക്സ് മാത്രമല്ല, ഏത് സബ്ജക്റ്റും. ഇംഗ്ലീഷ് ആയാൽ പോലും യു മസ്റ്റ് ബി ഏബിൾ ടു വിഷ്വലൈസ് ഇറ്റ്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അതുപോലെ ഇപ്പം ആരതിക്ക് പഠിക്കണം എന്ന് മാത്രം പഠിച്ചിട്ട് ആരതിയെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാണുക എന്നുള്ളതല്ലാതെ, എന്നാൽ അത് കുറെ പേർക്ക് ഉപയോഗം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് 10 പേർക്ക് അയച്ചു കൊടുക്കൂല. കാരണം ഐ ആം ഇൻവെസ്റ്റിംഗ് മൈ ടൈം, റൈറ്റ്? എല്ലാവരും സെൽഫിഷ് ആണ് ഈ ലോകത്ത്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ആൻഡ് ലേണിംഗ് ഹാപ്പൻസ് ഓൺലി വെൻ യു ആർ നോട്ട് സെൽഫിഷ്. ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുന്ന ഈ ഡിസ്കസ് ചെയ്യുന്നത് പോലെ ആരതി ക്യാൻ ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അണ്ടർസ്റ്റുഡ്? ഓരോ തിയറി എടുക്കുക, എന്നിട്ട് ചോദിക്കാം വൈ ആർ വി ലേണിംഗ് ദിസ്, വേർ ഈസ് ഇറ്റ് യൂസ്ഡ്. ആൻഡ് ഓക്കെ, ഇപ്പം ഫിസിക്സ്, മാത്ത്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന ഒരാൾ എന്തിനാണ് ഈ ബെർണോളിസ് തിയറം പഠിക്കുന്നത്, എന്തിനാണ് ജൂൾസ് തിയറം പഠിക്കുന്നത്, എന്തിനാണ് കാപ്പിലറി മോഷൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം അറിയണ്ടേ? അല്ലെ? ഇപ്പം പറഞ്ഞതിൽ ഞാൻ എന്തുകൊണ്ടാ ബ്ലഡ് എടുക്കാൻ കാരണം? ബിക്കോസ് യു ആർ ലേണിംഗ് ബയോളജി. ആ ബയോളജിയിൽ പഠിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് ദിസ്. ഓക്കെ. ഐ നോ how the blood flows in your arteries and what is the pressure which is used, how blood pressure comes into picture in somebody's health issue, probably more than any local doctor, because I know physics of it, because it's all physics. അപ്പോൾ ഫിസിക്സ് നന്നായിട്ട് അറിഞ്ഞാലേ ബയോളജി പഠിക്കാൻ പറ്റുള്ളൂ. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അത് മനസ്സിലാവണമെങ്കിൽ ഫിസിക്സിലും ബയോളജിയിലും മാത്സിലും, ഇനി ഇതൊന്നും പഠിക്കാൻ പറ്റില്ല മാത്സ് അറിയില്ലെങ്കിൽ. യു അണ്ടർസ്റ്റുഡ്? യു കോണ്ട് അണ്ടർസ്റ്റാൻഡ് ഫിസിക്സ് ബിക്കോസ് ഐ ആം നോട്ട് എ ഫിസിക്സ് മാൻ, ഐ ആം എ മാത്തമാറ്റിക്സ് മാൻ. അതുകൊണ്ടാണ് എനിക്ക് ഫിസിക്സ് കൃത്യമായിട്ട് അറിയുന്നത്. പക്ഷേ ഫിസിക്സ് മാത്സിലൂടെ പഠിച്ചപ്പോഴാണ് ഫിസിക്സ് പഠിക്കുന്നവരെക്കാളും നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നത്. കാരണം അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരും. ഇപ്പൊ വെലോസിറ്റി ചേഞ്ച് എന്നാ പറഞ്ഞത്, ആണോ അല്ലയോ? അല്ലേ? ഏത് തിയറാണ്? ബെർണോളിസ് തിയറത്തിൽ വെലോസിറ്റി ചേഞ്ചസ്. വാട്ട് ഈസ് വെലോസിറ്റി? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം. ഓക്കെ. അത് മാത്സ് അല്ലേ? ദാറ്റ് ഈസ് ഫുൾ ഓഫ് മാത്സ്. കാരണം ടൈം എടുക്കുക, വെലോസിറ്റി എടുക്കുക, ഡിവൈഡ് ചെയ്യുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെലോസിറ്റി കിട്ടും. സോ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് വെലോസിറ്റി. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എന്താണ്? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്സ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് വെലോസിറ്റി. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് d square s by dt square. d square displacement. Displacement ആണ് ഡിസ്റ്റൻസ്. ഡിവൈഡ് ദാറ്റ് ബൈ ടൈം, യു വിൽ ഗെറ്റ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താണ്? ആക്സിലറേഷൻ. അതന്നെയല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, d square s by dt square. മനസ്സിലായോ? അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് ഉപയോഗിക്കാതെ എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം? സോ യു കനോട്ട് ബി അവേ ഫ്രം മാത്സ്. ഇഫ് യു ആർ എ ഫിസിക്സ് സ്റ്റുഡൻറ്, യു ഹാവ് ടു നോ മാത്സ്. ആൻഡ് ഇഫ് യു ആർ എ ഫിസിക്സ് സ്റ്റുഡൻറ്, യു മസ്റ്റ് നോ കെമിസ്ട്രി. ആൻഡ് ഇഫ് യു ആർ എ കെമിസ്ട്രി സ്റ്റുഡൻറ്, യു മസ്റ്റ് നോ ബയോളജി. ഇഫ് യു ആർ എ ബയോളജി സ്റ്റുഡൻറ്, യു മസ്റ്റ് നോ കെമിസ്ട്രി. If you want to learn chemistry, you must know maths and physics. Okay. അപ്പോൾ ഇപ്പൊ 11th 12th? ഇപ്പൊ ഞാൻ 12th. 12th ലാണ്. 12th എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ടഡ് അല്ലേ? യു ഹാവ് 1 more year. 1 month കഴിഞ്ഞു. Okay, 1 more year for 12th to complete. You have to ശരിക്കും മനസ്സിലാക്കിയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇപ്പം ഈ പറഞ്ഞ തിയറത്തിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ വലിയൊരു നിങ്ങളുടെ ഏത് അപ്പാർട്ട്മെന്റിൽ എത്രാമത്തെ ഫ്ലോറാ? 5th floor ആണ്. അതിന് മുകളിൽ ഫ്ലോർ ഉണ്ടോ? ഒരു ഫ്ലോർ
ഓക്കെ, ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ വലിയ പൈപ്പ് ഇട്ടിട്ട് വെള്ളം കൊടുത്താൽ നല്ല പ്രഷർ കിട്ടും. പക്ഷെ കുറച്ച് താഴത്തോട്ട് നിങ്ങളുടെ പ്ലംബർക്ക് അറിയാം, താഴത്തെത്തുമ്പോഴത്തേക്കും പൈപ്പിന്റെ തിക്നെസ് കുറക്കും. ദെൻ ദ പ്രഷർ വിൽ ബിക്കം മോർ. അങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യാം. മെയിൻ പൈപ്പിന്റെ അതേ വലുപ്പത്തിലല്ല സൈഡ് പൈപ്പുകൾ കൊടുക്കുക. സൈഡ് പൈപ്പുകൾ ചെറുതായിട്ടാണ് കൊടുക്കുക. ദെൻ യു ഗെറ്റ് മോർ പ്രഷർ. അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ പൈപ്പ് ഉപയോഗിച്ചിട്ട് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നോസിൽസ് വളരെ ചെറുതാക്കും. So that the pressure will be there. And you have got some filters there. You remove the filter, it just blows without a pressure. Okay. പിന്നെ എന്താ അറിയേണ്ടത് ശരിക്കും? ഇതാണോ കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. എല്ലാ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പക്ഷെ ബൈഹാർട്ട് പഠിക്കണം. കാരണം ബൈഹാർട്ട് പഠിച്ചിട്ട് എഴുതിയാലേ അതുപോലെ എഴുതാൻ പറ്റുള്ളൂ. ബൈഹാർട്ട് പഠിക്കാതെ ഒരു കാര്യവും പറ്റില്ല. ഒരാളുടെ കവിതയെക്കുറിച്ച് നമ്മൾ പറയണം, കവിത ബൈഹാർട്ട് പഠിക്കണ്ടേ? ബൈ ഹാർട്ട്, ഹാർട്ട് ഉണ്ടോ? അല്ല ആർക്കും കൊടുത്തോ? യുവർ ഹാർട്ട് ഈസ് വിത്ത് യു, then you can by heart. If your heart is not with you, you cannot by heart. So consume it. Consume the knowledge. 4 പേരോട് 4 പ്രാവശ്യം പറഞ്ഞാല് then it becomes yours. ബൈഹാർട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്ലൈൻഡ് ആയിട്ടല്ല. യു ലേൺ ഇറ്റ് ആൻഡ് ടീച്ച് സംബഡി എൽസ്. സോ ദ ബെസ്റ്റ് മെത്തേഡ് ഈസ് ടു ഡിസ്കസ്. യു ഷുഡ് ഹാവ് ഗുഡ് ഫ്രണ്ട്സ്. അവർ തമ്മിൽ ഡിബേറ്റ് ഉണ്ടാവണം, ആർഗ്യൂ ചെയ്യണം. അങ്ങനെയാണ് പഠിക്കാൻ നന്നായിട്ട്. പിന്നെ എനിക്ക് 12th കഴിഞ്ഞിട്ട് ഒക്യുപേഷണൽ തെറപ്പിയിൽ ബാച്ചിലേഴ്സ് എടുക്കണം എന്ന് താല്പര്യമുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് വാസ്റ്റ് ആയിട്ടുള്ള നോളജ് ഞാൻ കളക്ട് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് അറിയുന്ന ആൾക്കാരും ആ ഫീൽഡിൽ ഇല്ല. അപ്പൊ പേഴ്സണൽ ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കില്ല. അപ്പൊ അതിനെ കുറിച്ചും കൂടെ എന്താ ഈ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാല്? ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവുമ്പോ ആളുടെ ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ലൈക്ക് ഹെൽപ്പിംഗ് ഔട്ട്. എന്ന് വെച്ചാല് ഗിവ് മീ ആൻ എക്സാമ്പിൾ. ഇപ്പൊ ലൈക്ക് എന്താ പറയാ, നടക്കാൻ പറ്റാത്ത ഒരാളുടെ അല്ലെങ്കിൽ ഇപ്പൊ കൈയുടെ ഒരു 30% ഫങ്ഷൻ പോകുമ്പോ നമ്മള് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പോ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഈസിയർ സൊല്യൂഷൻ കണ്ടുപിടിച്ചു കൊടുക്കണം. അത് ഫിസിക്കൽ പ്രോബ്ലം ആണോ മെന്റൽ പ്രോബ്ലം ആണോ എന്ത് പ്രോബ്ലം? രണ്ടും ഉള്ളിലുണ്ട്. അപ്പൊ അതിനെന്താ ബേസിക്കലായിട്ട് വേണ്ടത്? ഫിസിക്സ് കെമിസ്ട്രി ഇതാണ് ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അതെന്തിനാണ്? അത് എന്ത് കോഴ്സാണ്? ഈസ് ഇറ്റ് എ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓർ ഇറ്റ്സ് എ എല്ലാ കോഴ്സുകളും ഹയർ ലെവലിലും ഉണ്ട്, ചെറിയ ലെവലിലും ഉണ്ട്. ഇത് ഹയർ ലെവൽ കോഴ്സാണ് സർ. ഇത് കഴിഞ്ഞിട്ട് MSc ആണ്. അപ്പൊ എന്താണ് ആദ്യം ചെയ്യാൻ പോണെന്നാ ചോദിക്കുന്നത്. ഈസ് ഇറ്റ് എ തെറാപ്പിസ്റ്റ് ജോബ് ആസ് എ graduation course, or you want to do a post graduation course, or you want to do that with a medicinal background? ഇല്ല, മെഡിസിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ തന്നെ BOT എന്ന് പറഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി. That is 5 years program. ഞാൻ അറിയാത്തതുകൊണ്ടല്ല ചോദിക്കുന്നത്. I want to know how much you know. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. 4.5 എന്നാണ് ഞാൻ നോക്കിയല്ല അവിടെയും. അതെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 years program. എവിടെയാ ഉള്ളത്? നാട്ടിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, പക്ഷെ ഞാൻ അബ്രോഡ് നോക്കുന്നുണ്ട്. എവിടെ? മലേഷ്യൻ യൂണിവേഴ്സിറ്റീസിൽ നോക്കുന്നുണ്ട്, പിന്നെ UK-ലും 1-2 യൂണിവേഴ്സിറ്റീസിൽ നോക്കിയിട്ടുണ്ട്. You think that's a good job? Yeah. Why? റൈറ്റിംഗ് ആയിട്ട് ലൈക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡോക്ടർ ആവുമല്ലേ വേണ്ടത്? അല്ല, See, this is a lower job than a doctor, right? അതെ. Correct or not? അതെ അതെ അതെ. ആരെടുത്താ ചെലവഴിക്കേണ്ടി വരുവാ? ഇപ്പം മലേഷ്യയിലാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണ്, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ആക്ടിവിറ്റികൾ ഉള്ളത്. എന്തുകൊണ്ടാണ്? യു ടെൽ മീ വൈ. അല്ലെങ്കിൽ അമേരിക്കയിലാണ്, ഇന്ത്യയിലേക്ക് അങ്ങനെ കാണില്ല.
എന്തേ കാരണം? കാരണം ഇപ്പം അച്ഛനും അമ്മയ്ക്കും വയ്യാണ്ടിരുന്നാല് സാധാരണ ആരാ നോക്കുക? നമ്മൾ കുട്ടികൾ കുട്ടികൾ നോക്കും. അങ്ങനെ നോക്കാനില്ലാത്ത സ്ഥലത്താണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ കൊണ്ടുവിടുക. ആ സോഷ്യൽ വർക്കിൽ MSW എടുത്ത് BSW എടുത്ത് മാസ്റ്റേഴ്സായി ആ തരം സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാലത്ത് 8ലും 9ലൊക്കെ ദുബായിലും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ എനിക്കുണ്ട്. അവരുടെ പണി എന്താ അറിയോ? ആ നൈറ്റ് ഡ്യൂട്ടി ഇൻ എ ഓൾഡ് മാൻസ് ഹൗസ്. എന്നിട്ട് അവരെന്താ ചെയ്യാ അറിയോ? ആ അയാൾക്കുള്ള റം ഒഴിച്ചു കൊടുക്കുക, അയാൾക്ക് ഭക്ഷണം വാരി കൊടുക്കുക. അപ്പൊ എന്നെ വിളിക്കും, ഞാനിവിടെ ഉണ്ട്, ഒരു വയസ്സന്റെ കൂടെയാണ്, അയാളിപ്പോ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ വൈൽഡ് ആവും, ചിലപ്പോ ദേഷ്യം പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതെ ആർ യു ഗെറ്റിംഗ് വാട്ട് ഐ എം സേയിങ്? ആ സി, സോഷ്യൽ സർവീസും ഇത്തരം ഹെൽപ്പിന് പോകുന്നതും ഒക്കെ കൊള്ളാം. ഇപ്പം എനിക്ക് വയസ്സായാലും അങ്ങനെ ഒരാൾ വേണമെന്ന് എനിക്ക് തോന്നും. പക്ഷെ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞേക്കോന്ന് ചോദിച്ചാൽ എനിക്ക് 2 പ്രാവശ്യം ഞാൻ ചോദിക്കും, ഈസ് ഇറ്റ് ദാറ്റ് മൈ ഡോട്ടർ ഈസ് സപ്പോസ് ടു ഡു എന്നാണ് ഞാൻ ചോദിക്കുക സാധാരണ. ഇപ്പൊ പലരും എന്താണ് ഗൾഫിലൊക്കെ എന്താ കാരണം എന്ന് വെച്ചാൽ, ഗൾഫിലൊക്കെ ദിസ് ഹാസ് ബിക്കം എ ജോബ് ഓറിയന്റഡ് പ്രോഗ്രാം. ഞാൻ ദോഹയിലൊക്കെ ഒരു മിനിറ്റ്, ഞാൻ ഇന്റർഫിയർ ചെയ്യണം. എന്താന്ന് വെച്ചാൽ അവള് ഈ ഡിസംബറില് വെക്കേഷനില് ഇവിടെ HMC-ല് അഹമ്മദ് മെഡിക്കലില് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു വോളണ്ടിയർ ആയിട്ട്. ഒരു 5 ദിവസം പോയിരുന്നു വെക്കേഷന്. അവിടുന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു ഈ ഒരു. അല്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് റോങ്. ഐ എം നോട്ട് സ്റ്റോപ്പിംഗ് ദാറ്റ്. ഐ എം കമ്മിങ് ടു ഫർദർ ടു ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോവർ ലെവലിൽ വേണോ ഹയർ ലെവലിൽ വേണോ. യു അണ്ടർസ്റ്റുഡ്? എന്താണ് ഹയർ ലെവലിൽ ചെയ്യുക? യു റൺ സച്ച് എൻ ഓർഗനൈസേഷൻ വേർ യു എംപ്ലോയ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. സോ യു മസ്റ്റ് നോ ദ ബിസിനസ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്, ബട്ട് യു ക്യാൻ ലേൺ ദാറ്റ്, ലേൺ അറ്റ് ദ ഹയസ്റ്റ് ലെവൽ, റൺ എ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ പലയിടത്തും, ഇപ്പൊ കേരളത്തിലൊക്കെ 90-ലധികം ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ ദർ ആർ നോ പീപ്പിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മെഡിക്കൽ ആണോ സൈക്കോളജിക്കൽ ആണോ ഫിസിക്കൽ ആണോ എന്ന് ചോദിക്കാൻ കാരണം. അവരെ ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം ഇമോഷണലി മെയിൻറ്റെയിൻ ചെയ്യലാണ്. വയസ്സായിട്ടുള്ളവർക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ they have a higher ego than the younger people. മനസ്സിലായോ? അവർ ചിലപ്പം വളരെ റിച്ച് ആയിരിക്കും ഒരു കാലത്ത്, എന്നിട്ട് വലിയ 5 സ്റ്റാർ സ്റ്റൈലിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ഒരു CSRന്റെ ഭാഗമായിട്ട് അത്തരം സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. there are a lot of elderly people. അവരെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തവരൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഒന്നും അല്ല, വിഡോസ് ആയിട്ടുള്ള ലേഡീസിനെയാണ്, ഗേൾസിനെയാണ്. ഹസ്ബൻഡ് മരിച്ചു പോയി, അപ്പൊ അവർക്ക് വേറെ ഒരു മാർഗവും ഇല്ല. ദേ കനോട്ട് സ്റ്റേ, പുറത്തൊറ്റക്ക് താമസിക്കേണ്ടാവുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. സോ ദേ വാണ്ട് എ ഹോസ്റ്റൽ ടു സ്റ്റേ. ഇവർ രണ്ടേയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെന്ററിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സോ ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് വിഡോസ് അറൗണ്ട് മീ, ഐ ഹാവ് ഗോട്ട് ഓൾഡ് പീപ്പിൾ അറൗണ്ട് മീ. ഈ വിഡോസിന്റെ ഒക്കെ പണി, പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ പണിക്കാരൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ പണി ഈ വയസ്സന്മാരെയൊക്കെ നോക്കുക, കൈ പിടിച്ച് നടത്തുക എന്നൊക്കെ ഉള്ളതാണ്. യു ഗോ ടു ഡോക്ടർ TPS icon, ICON, you will see a blog in which all these pictures are there. That was almost 14 years back. അതുകൊണ്ട് മോള് പറയുന്ന കാര്യമൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ കുട്ടികളൊക്കെ വന്നിട്ട് നമ്മളോട് പറയും, ആ അപ്പൂപ്പന്റെ കഥ എന്ത് കേട്ടിട്ടിരിക്കാൻ വയ്യ എനിക്ക്. എന്നാൽ ഈ വയ്യാത്ത സമയത്തും അയാൾ പറഞ്ഞു നടക്കണം എന്താണ്? യേശുദാസിന്റെ തൊട്ടടുത്ത ചെറിയച്ഛൻ ഉണ്ടായിരുന്നു അവിടെ, ഗ്രേറ്റ് യേശുദാസിന്റെ. കാരണം ഹി കോൺ സ്റ്റേ ഇൻ ഹിസ് ഹൗസ്. ഇപ്പൊ എനിക്ക് നല്ല പോലെ പെരുമാറാൻ പറ്റും, എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഐ ഹാവ് ലോട്ട് ഓഫ് പ്ലേസ് ടു സ്റ്റേ. ഇതൊന്നും ഇല്ലാത്തവരാണ് ഒന്നുകിൽ ഒറ്റപ്പെടുക അല്ലെങ്കിൽ ഇത്തരം ഓൾഡ് ഏജ് ഹോമിലെത്തുക. ഇപ്പൊ 2 സ്ഥലത്തും ഒക്യുപേഷണൽ തെറാപ്പി. അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഈസ് ഫൈൻ.
that is a temporary place. Nobody is going to stay there permanently. Correct? അപ്പൊ അത്തരം സ്ഥലത്ത് കുറച്ച് സമയമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. പക്ഷെ കുറേ സമയമാകുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇതാണോ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഡു ഇൻ മൈ ലൈഫ്. അപ്പോൾ ഏത് ജോബും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ഡൗൺ ഓൾ ദറ്റ് ഓപ്ഷൻസ് യു ഹാവ്. ഇത് പറഞ്ഞത് കൊണ്ട് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പറഞ്ഞതാണ്. മെറിറ്റ്, യെസ്, ഐ എം സർവിങ് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ റിക്വയർഡ്. അത് പഠിക്കുക. ഒന്നുമില്ലെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാൻ പറ്റും, അടുത്ത ബന്ധുക്കളെ നോക്കാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എ സൈക്കോളജിക്കലിയും ഫിസിക്കലിയും മനുഷ്യന്മാർക്ക് ഉണ്ടാകാവുന്ന പ്രോബ്ലംസിനെ കുറിച്ച് റിസർച്ച് നടത്തുക, അതിൽ PhD എടുക്കുക, അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പറ്റുക. ദാറ്റ്സ് വൈ ഇസ് അറ്റ് ഹയർ ലെവൽ. ഗോട്ട് ഇറ്റ്? താഴത്തെ ലെവലിലാകുമ്പം ഡേ ടു ഡേ യു ആർ കീപ് ഓൺ ഡൂയിങ് ഇറ്റ്. ദെൻ ദർ ഇസ് നോ എൻഡ് ഇൻ യുവർ ലൈഫ്. യു വിൽ സ്റ്റാർട്ട് ദറ്റ് ജോബ് ആൻഡ് റിട്ടയർ ഇൻ ദറ്റ് ജോബ്. അതുകൊണ്ട് 5-year കോഴ്സ് കൊണ്ടൊന്നും യു വിൽ നോട്ട് റീച്ച് എനിവർ. 5-year കോഴ്സ് കൊണ്ട് യു വിൽ ഗെറ്റ് എ ജോബ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഡു PhD, യു നോ ഹൗ ടു റൺ എ ബിസിനസ്, ദെൻ യു ക്യാൻ ഗ്രോ ഇൻ ദറ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ ടേബിൾ. ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ്. ദിസ് ഈസ് 2025. 2026 I am passing my 12th class. After 5 years, where am I going to be in my life if I do this program? ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്താൽ ഏത് പാത്തിലാണ് എനിക്ക് പോകാൻ പറ്റുക? എന്നിട്ട് see that the end of my life, probably in 30 years, 40 years, 20 years, 10 years, what is that growth which I am going to have? ഇനി മെഡിക്കൽ ആണ്, ഇതൊക്കെ മെഡിക്കൽ റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടത്, ഞാൻ സൈക്കോളജിക്കൽ എന്ന് പറയാൻ കാരണം, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഈസ് നോട്ട് ഫിസിക്കൽ പ്രോബ്ലം, ഇറ്റ്സ് എ സൈക്കിക് പ്രോബ്ലം. ഫിസിക്കൽ പ്രോബ്ലം ട്രീറ്റ്മെന്റിലോ എന്തെങ്കിലും മരുന്ന് കൊടുത്താലോ അയാളുടെ കൈ പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല പലപ്പോഴും. അതിന് ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ ഒരു വീട്ടിൽ പോയിരുന്നു. ഐ ഗെറ്റ് ലോട്ട് ഓഫ് സച്ച് കൗൺസിലിംഗ് റിക്വയർമെന്റ്സ്. അപ്പോൾ പോയ സമയത്ത് കുട്ടിയുടെ കൈ ശരിക്ക് വർക്ക് ചെയ്യില്ല, പക്ഷെ അസലായിട്ട് നടക്കാനും ഓടാനും ഒക്കെ പറ്റും. എന്താ കാരണം? അപ്പം ഞാൻ പറഞ്ഞു, വളരെ ബേസിക് ആയിട്ടുള്ള കാരണമാണ്. കാലുപയോഗിക്കാതെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. കൈ ഉപയോഗിക്കാതെ പലതും ചെയ്യാൻ പറ്റും. അപ്പൊ കൈ മാക്സിമം യൂസ് ചെയ്യുന്നില്ല. ഈ പോളിയോ പിടിച്ചവർക്കൊക്കെ അങ്ങനെയാണ്. ഇഫ് യു ലുക്ക് അറ്റ് ദ പേഷ്യൻസ് ഹു ഹാഡ് പോളിയോ, അവർ കൈ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കും, സുഖമായിട്ട് നടക്കുന്നതാണ്. കാരണം കാലുപയോഗിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? കൈ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കും. ഇപ്പൊ എനിക്കൊരാൾ ഭക്ഷണം തരാൻ പറ്റും എന്റെ കൈ ഉപയോഗിച്ചില്ല. സോ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. അതൊരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ്. ബിക്കോസ് ഐ എം നോട്ട് യൂസിങ് മൈ ഫുൾ എഫേർട്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ശരിക്കും സൈക്കാട്രിസ്റ്റിന് ഇവരൊക്കെ നന്നാക്കാൻ പറ്റും. എന്നിട്ട് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, യു ഷുഡ് ഡു സംതിങ്. ഉടനെ അച്ഛനും അമ്മയും പറയുന്നത് ഈ കുട്ടിയെ ഷട്ടിൽ കളിപ്പിക്കാല്ലേ. ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഫോർ ഹാഫ് ആൻ അവർ. ഫിസിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അതേ സമയത്ത് യു ക്യാൻ ഡു ലോട്ട് ഓഫ് ഹാൻഡി വർക്ക് ആൻഡ് ദെൻ യു ക്യാൻ ഏൺ മണി. അപ്പോൾ അതിൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചും കൂടി ഉപയോഗിക്കുമ്പോഴാണ് യു ഫൈൻഡ് എ പെർമനന്റ് സൊല്യൂഷൻ. അതുകൊണ്ട് ഒരാളെയും സപ്പോർട്ട് ചെയ്തില്ല വേണ്ടത്, അവരെ ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള മെത്തഡോളജിയും കൂടി പഠിക്കണം. അതെങ്ങനെ പഠിക്കുക? ദാറ്റ് ഈസ് ബൈ ഗെറ്റിംഗ് യുവർ നോളജ് ഇൻ സൈക്കാട്രിയും അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയും അത്തരം സംഭവങ്ങളിലൊക്കെ. ഇതിനൊക്കെ ബേസിക് ആയിട്ട് പഠിക്കേണ്ടത്, ഇഫ് യു ടേൺ ഇൻ ടു ദറ്റ് ഏതെങ്കിലും ഒരു ഒക്യുപേഷണൽ തെറാപ്പി ജോബിന് പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചൊരിക്കലും MBBS ആവാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഓക്കെ, നൗ യു അസ്യൂം ദാറ്റ് യു ഗോട്ട് ഇൻ ടു MBBS. നാളെ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒക്യുപേഷണൽ തെറാപ്പിക്ക് പോവാലോ. ഇപ്പൊ വിട്ട് കളഞ്ഞാൽ പിന്നെ കിട്ടാത്തതിനെയാണ് ഇപ്പൊ പിടിക്കേണ്ടത്. ആർ യു ഗെറ്റിംഗ് വാട്ട് ഐ എം സേയിങ്? Now you don't go to MBBS, in the whole life you cannot get into that. Now you go into occupational therapy, finished. You cannot come back. അതേ സമയത്ത് ഇപ്പൊ MBBSൽ പോയി എന്ന് വിചാരിക്കുക, നാളെ വേണമെങ്കിൽ ഇത് വേണ്ട, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ദിസ്, ഐ വാണ്ട് ടു ഡു occupational therapy എന്ന് പറഞ്ഞാൽ you don't even have to learn anything. It's just part of your learning. അപ്പൊ വലിയ വഴിയിലൂടെ പോവുകയാണ് നല്ലത് എപ്പോഴും. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നതൊക്കെ താൽക്കാലികമായിട്ട് കുറേ റിക്വയർമെന്റ് വന്നപ്പോൾ ചിലർ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമാണ്. കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഒക്യുപേഷണൽ തെറാപ്പി പാസ്സായിട്ടുണ്ട്, പക്ഷെ ആരും ജോലി ചെയ്യുന്നില്ല.
കോഴ്സുകൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? യു ടെൽ മീ ഹൗ മെനി പീപ്പിൾ ആർ നൗ ഓക്യുപ്പൈഡ് ഓർ ഡൂയിങ് ദ ജോബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ദേ വിൽ ഗോ ടു, അതുകൊണ്ടാണ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, തായ്ലാൻഡ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തായ്ലാൻഡിലുള്ള ലേഡീസിനെ നിങ്ങൾക്ക് ദുബായിലും എല്ലാ ഗൾഫ് കൺട്രിയിലും കാണാം. എന്താ കാരണം? കുറേ വയസ്സന്മാരുണ്ട്, അവരെ നോക്കാൻ ആരുമില്ല. ഏറ്റവും കൂടുതൽ നേഴ്സുമാരുള്ളത് തായ്ലൻഡിൽ നിന്നും മലേഷ്യ എന്നും ഇന്ത്യ എന്നും ഒക്കെയാണല്ലോ. അവരൊക്കെ ലേഡീസ് അല്ലേ? അവരൊക്കെ മിക്കവാറും സപ്പോർട്ടിംഗ് സിസ്റ്റം അറ്റ് ഹോം ഓർ ഇൻ ദ ഹോസ്പിറ്റൽ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് യു ആർ ഓക്കെ, എനിക്ക് MBBS കിട്ടില്ല എന്നുള്ളൊരു ഭയം കൊണ്ടാണെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. റൈറ്റ് ഓൾ ദ എൻട്രൻസ് എക്സാംസ്. ഓക്കെ, എല്ലാ എക്സാംസും എഴുതാം. കാരണം ജീവിതത്തിൽ പിന്നെ അയ്യോ അന്ന് എഴുതാമായിരുന്നു തോന്നി എന്ത് ചെയ്യും? യു കനോട്ട് കം ബാക്ക്, റൈറ്റ്? അതുകൊണ്ട് റൈറ്റ് ഓൾ ദ എൻട്രൻസ് എക്സാമിനേഷൻസ്. ഇപ്പൊ എന്നോട് പ്ലസ് 10th കഴിഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്സും പഠിക്കാൻ പറഞ്ഞേനെ. അണ്ടർസ്റ്റുഡ്? ആ ഒരു കൺസൾട്ടേഷനുള്ള എല്ലാവരോടും ഞാൻ പറയും. കാരണം കമ്പ്യൂട്ടർ സയൻസ് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. മാത്സ് പഠിച്ച ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ കമ്പ്യൂട്ടർ സയൻസും ബയോളജിയും പഠിച്ച ഒരാൾക്ക് മാത്സ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വിട്ട് കളഞ്ഞ ഒരാളാണ് ഞാൻ ബയോളജി ചെറുപ്പത്തിൽ. ആഫ്റ്റർ 10th ഐ ഡിഡ്ന്റ് ലേൺ ബയോളജി. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത്. പിന്നെ എനിക്ക് സൈക്കോളജി പഠിക്കേണ്ട കാലം വന്നപ്പോൾ ബയോളജി വാസ് വെരി ടഫ്. പക്ഷെ ഞാൻ ഫുൾ പഠിച്ചു, ഒറ്റയ്ക്കിരുന്ന് പഠിച്ചു. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇപ്പൊ വിട്ടു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത വലിയൊരു സബ്ജക്റ്റ് ആണ് ബേസിക് സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം. അത് പഠിക്കുന്നുണ്ട്. അതിൽ 3 എണ്ണെങ്കിലും പഠിക്കുന്നുണ്ട്. വണ്ടർഫുൾ. ബയോളജി ഇമ്പോർട്ടന്റ്, കെമിസ്ട്രി ഇമ്പോർട്ടന്റ്, ഫിസിക്സ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഇന്ന് കോഴ്സിന് ഇന്നതാണ് വേണ്ടത്. അതുകൊണ്ട് ഓക്കെ, ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പാസ്. ഒക്യുപേഷണൽ തെറാപ്പിക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഏതിനാ ബുദ്ധിമുട്ട്? ഒക്യുപേഷണൽ തെറാപ്പിക്കാണോ MBBS-നാണോ? എന്താ കാരണം? ഒരുപാട് കോമ്പറ്റീഷൻ. അതെ, എന്തുകൊണ്ടാ കോമ്പറ്റീഷൻ കൂടുതൽ? നല്ലൊരു ഫീൽഡ്, ആ, പ്രോമിസിംഗ് ഫീൽഡ്. അപ്പൊ ആ പ്രോമിസിംഗ് ഫീൽഡ് വേണ്ടാന്ന് വെക്കരുത് എന്നാണ് എനിക്ക് മോളോട് പറയാനുള്ളത്. യു സ്ട്രൈവ് ഫോർ ദാറ്റ്. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഫൈൻ, ദർ ആർ സം അതർ ഓപ്ഷൻസ്. ഇനി എബ്രോഡിൽ പോയിട്ട് പഠിക്കാൻ ഓൾറെഡി തീരുമാനിച്ചു 5 years എന്ന് വിചാരിക്കേ. ആ 5 years എബ്രോഡിൽ പോയാൽ MBBS-ന് കിട്ടും. അത്രയും ചിലവേ ഏകദേശം ഉണ്ടാവുള്ളൂ. So if you already decided to go abroad for occupational therapy, the much better will be MBBS. കാരണം ഒരിക്കലും ഒരു MBBS കാരൻ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് റിപ്പോർട്ട് ചെയ്യില്ല. ഹോസ്പിറ്റലിൽ ആരാ മെച്ചം? ആരാ മോളില്? ഡോക്ടേഴ്സ് ആണ്. അതിന് താഴെ വർക്ക് ചെയ്യുന്നവർ. അപ്പൊ പലരും പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് മോള് മാത്രമല്ല, പലരും പറയാറുണ്ട് എനിക്ക് റേഡിയേഷൻ ആണ് ഇഷ്ടം. എന്താന്ന് റേഡിയേഷൻ ചെയ്യുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത്? ഫുൾ പണി എപ്പോഴും ഡാർക്ക് റൂമിലാണ്. ആണോ അല്ലേ പറ? അപ്പൊ പലരും അത്തരത്തിലുള്ള ലാബിനകത്ത് അസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന ആള് വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വാട്ട് ഈസ് ദാറ്റ് യു ഷുഡ് ആസ്പയർ ഫോർ ഈസ് ഓൾവേസ് ദ ഹയസ്റ്റ്. ഞാൻ പറഞ്ഞു, നേഴ്സ് ആവണോ ഡോക്ടർ ആവണോ എന്ന് വെച്ചാൽ ആരെങ്കിലും നേഴ്സ് ആവണമെന്ന് പറയൂ? ഡോക്ടർ ആവണമെന്നല്ലേ പറയുള്ളൂ. പക്ഷെ എനിക്കത് കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ട് നേഴ്സ് ആവണമെന്ന് പറയരുത്. യു അപ്രോച്ച് ദാറ്റ് ഇൻ ദാറ്റ് വേ. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ് ആസ് എ സെക്കൻഡ് ഓപ്ഷൻ ലേറ്റർ. നമ്മൾ ഓടുമ്പോഴേ സെക്കൻഡ് പ്രൈസേ കിട്ടുള്ളൂ, തേർഡ് പ്രൈസേ കിട്ടുള്ളൂ എന്നിട്ട് ആരെങ്കിലും ഓടും? ഇപ്പൊ ഓടുമ്പോ ഫുൾ സ്ട്രെങ്തോട് കൂടി ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓടണം. അപ്പൊ ആ ഭയം പാടില്ല. കാരണം വളരെ ഈസി ആയിട്ട് പഠിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമിനേഷൻ പാസ്സായി നല്ല ഹയർ ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും നല്ലോണം പഠിച്ചിട്ട് അതൊന്നും കിട്ടാതെ ഡും എന്ന് പറഞ്ഞ് താഴെ പോയവരുണ്ട്. അപ്പൊ എൻട്രൻസ് എക്സാം ഈസ് അത്ര ലക്കാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിനകത്ത് എൻ്റെ ഒരു ടീച്ചർ ഉണ്ട്, പാർക്കു ടീച്ചർ. എന്നെ മാത്സ് പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചറുടെ മകള് പഠിച്ചത് ഞങ്ങളുടെ പയ്യന്നൂർ കോളേജിനടുത്തുള്ള ഓലമേഞ്ഞ ചെറിയ ഷെഡ് പോലെയുള്ള സ്കൂളിലാണ്, അപ് ടു 10th ക്ലാസ് വരെ. 11th and 12th പഠിച്ചതും ഏകദേശം അതേപോലൊരു സ്കൂളാണ്. 1 year എൻട്രൻസ് എക്സാം കോച്ചിങ്ങിന് പോയി. AFMC എഴുതിയിട്ട് 5th റാങ്ക് കിട്ടി. And now she is a doctor with a specialization in dermatology.
ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇഫ് ഷീ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ഇൻ ദ സർവീസ് ആൻഡ് ഷീ കംസ് ഔട്ട് ആൻഡ് സ്റ്റാർട്ട്സ്, I know people in Hyderabad earning 5 lakhs per day. Dermatologist. They have huge investment. കുറേ തെറാപ്പിക്കും ട്രീറ്റ്മെന്റിനും ഫേഷ്യലിനും ലേസറിനും ഒക്കെയുള്ള കുറേ എക്സ്പെൻഡിച്ചറുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു റണ്ണിങ് സിസ്റ്റത്തിൽ ദേ ഹാവ് ഗോട്ട് 10 people വർക്കിംഗ് അണ്ടർ ദം. ലാർജ് ലാബോറട്ടറി ഉള്ള ഒരാളുണ്ട്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഗ്രോ യു ക്യാൻ ഗ്രോ. പക്ഷെ ഒരിക്കലും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൈ പിടിച്ച് നടക്കാനേ പറ്റുള്ളൂ. There is no higher growth in that unless you start your own. അതുകൊണ്ട് ആദ്യം അത് പറഞ്ഞത്. Don't think low. If you want, yes, ഏത് ജോബിലും you can get into higher. You should not decide that no, this service is my job. After that you should go to higher. പക്ഷെ അതിന് കേരളത്തിലൊന്നും ഡിമാൻഡ് ഉണ്ടാവില്ല. ഏതെങ്കിലും ലോകത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും കാരണം. ദോഹയിൽ തന്നെ ഉണ്ട് എൻ്റെ ഒരു കുട്ടി. അവൾക്ക് ഡോക്ടർ കിട്ടിയിട്ടില്ല. ദെൻ ഷീ വെന്റ് ഇൻടു ഡോക്ടർ ഓഫ് ഫാർമക്കോളജി അല്ല, ഫാർമസിയിൽ ഡോക്ടർ ഉണ്ടല്ലോ, ഡി ഫാം ഉണ്ട്. ഡി ഫാം എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. ബി ഫാം ഉണ്ട്, ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ട്, ഗ്രാജുവേഷൻ ഇൻ ഫാർമസി ഉണ്ട്, ബി ഫാം ഉണ്ട്, MSc ഫാർമസി ഉണ്ട്, ഡോക്ടർ ഓഫ് ഫാർമസി ഉണ്ട്. അത് കഴിഞ്ഞു. വലിയ ജോലിയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും. മാരേജ് കഴിഞ്ഞു, രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ ഏതോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ദോഹയിൽ തന്നെയാണ്. അപ്പൊ ചിലതിലൊക്കെ നമ്മൾ ചാടിപ്പോയി കഴിഞ്ഞാൽ then there is no coming back. അതുകൊണ്ട് എല്ലാ എൻട്രൻസും എഴുതുക. ഡോണ്ട് ഗെറ്റ് സ്കെയർഡ് നൗ. ഡോണ്ട് തിങ്ക് that is one not my cup of tea. AFMC എഴുതണം. MBBSന്റെ എല്ലാ എൻട്രൻസും എഴുതുക. and then write all the best qualifications which you can go abroad somewhere. എല്ലാം എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതും കൂടി നോക്കാം ആസ് എ സെക്കൻഡ് ഓപ്ഷൻ. ഇപ്പൊ ഇത് പഠിച്ചത് കൊണ്ട് ഒരു പ്രാവശ്യം 5 ദിവസം ഒരാളടുത്ത് പോയത് കൊണ്ട് അതാണ് ഇഷ്ടം എന്ന് പറയുന്നത്, പ്രോബബ്ലി ആസ് എൻ ഇന്റേൺ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻട്രിക്കസി ഓഫ് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ. ഓക്കെ. കാരണം കുറെ ഓപ്ഷൻസ് ഉണ്ട്. മെഡിസിൻ അല്ലെങ്കിൽ യു ഹാവ് ഗോട്ട് BDS, യു ഹാവ് ഗോട്ട് വെറ്റിനറി, യു ഹാവ് ഗോട്ട് BAMS ആയുർവേദിക് മെഡിസിൻ, യു ഹാവ് ഗോട്ട് ഹോമിയോപ്പതി, you have got agriculture, you have got, even after that you don't have to practice, you can go for PhD. Okay, any physics നല്ല പോലെ പഠിച്ചാൽ you can go to ബയോളജിയും ഫിസിക്സും സ്ട്രോങ് ആണെങ്കിൽ tomorrow you can go into neuroscience. അതിൽ PhD ചെയ്യുന്ന എൻ്റെ അടുത്ത ബന്ധുക്കളുണ്ട്. I don't know, you have to listen to what I spoke earlier to somebody. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ്. BDS കഴിഞ്ഞതിന് ശേഷം പിന്നെ കേംബ്രിഡ്ജിലും ഒക്കെ PhD ചെയ്ത് അവിടെ റിസർച്ച് ചെയ്ത് ഒരേ പേഷ്യൻറ്റിനൊന്നും നോക്കുന്നില്ല. എപ്പോഴും റിസർച്ചും PhD ഒക്കെയാണ്. ഇന്റർനാഷണൽ ഫിഗറിൽ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ റിലേറ്റീവ്, എൻ്റെ മക്കളായിട്ട്, മരുമക്കളൊക്കെ ആയിട്ട്. സോ എയിം ഹയർ, ഡോണ്ട് എയിം ഫോർ ലോവർ. ഓക്കെ, യു മസ്റ്റ് ഏൺ ലോട്ട് ഓഫ് മണി. ഓക്കെ, യു മസ്റ്റ് ഹാവ് ഫെയിം, യു മസ്റ്റ് ഹാവ് എ പ്രസ്റ്റേജ്, യു മസ്റ്റ് ഹാവ് മോർ നോളജ്. അതുകൊണ്ട് തൽക്കാലം വേഗം ചെയ്തിട്ട് ആരെങ്കിലും സഹായിച്ചിട്ട് കാശ് പിന്നെ അതല്ല വേണ്ടത്. I don't think I'm not saying that's wrong and bad, but I'm saying you should opt for higher options. അവൾക്ക് എന്താന്ന് വെച്ചാ അവളുടെ ഏട്ടൻ ഇപ്പൊ UK പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ അവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലൈസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അച്ഛനിപ്പോ 2-3 വർഷം കഴിഞ്ഞാൽ റിട്ടയർഡ് ആവും. അപ്പൊ അതിനു മുന്നേ ഏട്ടന് കിട്ടിയിട്ടുള്ള ആ ഒരു ഇത് അവൾക്ക് കിട്ടില്ല. അപ്പോഴേക്ക് അച്ഛൻ റിട്ടയർഡ് ആയിട്ട് സെറ്റിൽ ആവുമല്ലോ. അപ്പൊ അതിനു മുന്നേ വേഗം ജോലി. അങ്ങനെയൊക്കെയാണ് അവൾ പറയുന്നത്. ഞങ്ങള് പറയുന്നുണ്ട് അതിനെ പറ്റിട്ട്. നീ പറയാവണ്ട. അങ്ങനെയല്ല, എനിക്ക് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ 1-2 ഫീൽഡില് ഓക്യുപേഷൻ തെറപ്പി, പിന്നെ ഓഡിയോളജി, സ്പീച്ച് തെറപ്പി, അങ്ങനത്തെ ഏരിയസ് ഒക്കെയാണ്. All these are great and well recognized. It's a great service. But I am saying even audio therapy ayalum, speech therapy ayalum, you get into the medical field when there is a basic degree of MBBS at your hand. മനസ്സിലായോ? അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് will work under doctor. You cannot even prescribe a medicine, right? You cannot run your own organization. You have to be always assistant. ആരെങ്കിലും പറയുന്ന പണി ചെയ്യാനല്ലാതെ, do you want to be under somebody or you want to be at the top?
That is why I asked you that. എന്നിട്ടോ അതർവൈസ് ഇപ്പൊ എന്നോട് ഡിസ്കസ് ചെയ്യാൻ വന്നത് തന്നെ പ്രോബബ്ലി ദർ ഇസ് എ കൺഫ്യൂഷൻ, ദർ ഇസ് എ റിഫ്റ്റ്, ദർ ഇസ് സം ആർഗ്യുമെന്റ്, യു ഡോണ്ട് നോ വാട്ട് ടു ഡിസൈഡ്. അപ്പൊ അതിനായിരിക്കുമെന്ന്, അല്ലാതെ എൻ്റെ അടുത്ത് വരില്ലല്ലോ. യു ആർ ഫേം ദാറ്റ് യു വാണ്ട് ടു ബിക്കം എ തെറാപ്പിസ്റ്റ്, ഐ എം ഷുവർ യു ആർ നോട്ട് കമ്മിങ് ഫോർ ഡിസ്കഷൻസ്, റൈറ്റ്? So there is a confusion in you. You don't know what is exactly to be done. It's fine. That's good. ഇപ്പൊ നമ്മൾ ഓഫ്തോൾമോളജിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. That means they know in and out about the eye and they do surgery and all that. And there is opticians in there. What is that optician do? They only test the glass by putting different glasses and then make a glass and give you. You can run a maximum what you can do is you can run a shop. Understood? അത്രല്ലേ പറ്റുള്ളൂ. I am not saying it's bad. That will grow. If you are a businessman, you can run. അതല്ലെങ്കിൽ you will work under somebody. അത്രല്ലേ ഉണ്ടാവും. ഹോസ്പിറ്റൽ നടത്താൻ പറ്റില്ലല്ലോ. അതാണ് പ്രോബ്ലം. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞപ്പോ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എല്ലാ ഓപ്ഷൻസും നോക്കണം. മക്കള് എല്ലാ ഓപ്ഷൻസും അറിയണം എന്നാ ഞാൻ പറയാം. Every option you must look at, knock every door and you don't know which is going to be opened. അപ്പൊ എല്ലാ ഓപ്ഷൻസും അറിയാം, എല്ലാ ഓപ്ഷൻസും പഠിക്കുക, അതിന്റെ മെറിറ്റ് അറിയാം, അതിന്റെ ഡീമെറിറ്റ് അറിയാം. കുറെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കാൻ പറ്റും. പക്ഷെ ഗൂഗിളിൽ നല്ലത് പറയുന്നവരുണ്ടാവും, മോശം പറയുന്നവരുണ്ടാവും. അപ്പോ ചെയ്യേണ്ട ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് നല്ലതും പറയുന്നുണ്ട്, എപ്പോഴും ഉണ്ടാവും. മോശമായിട്ടും. അതെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു ടൈം ലൈൻ വരച്ചിട്ട്, ഇഫ് ഐ ഗോ ത്രൂ ദിസ് പാത്ത്, വാട്ട് ആർ ദ ഡിഫറെന്റ് ഓപ്ഷൻസ്, എവിടേക്ക് എനിക്ക് എത്താൻ പറ്റും. ഹയർ സ്റ്റഡീസിന് ഓപ്ഷൻ അതുവരെ ഉണ്ട്. ഇപ്പം MBBS കഴിഞ്ഞാൽ യു ഹാവ് ഗോട്ട് ഹയർ സ്റ്റഡീസ് ഇൻ മെനി വെറൈറ്റി ഓഫ് മെഡിക്കൽ സയൻസസ്. ഒക്യുപ്പേഷണൽ തെറാപ്പി കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന് പിന്നെന്താ ഉള്ളത്? ഒക്യുപ്പേഷണൽ തെറാപ്പി മാത്രമേ ഉള്ളൂ. ബിക്കോസ് ദാറ്റ്സ് എൻഡ് ഓഫ് ദ വേൾഡ് വേർ യു ആർ ഗോയിങ്. അത് കഴിഞ്ഞ് വേറൊരു പാത്തില്ല. അണ്ടർസ്റ്റുഡ്? മേ ബി you can get into some psychology, അല്ലെങ്കിൽ you can get into chiropractic. കേട്ടിട്ടുണ്ടോ chiropractic? chiropractitioners നമ്മുടെ തടവലും മുഴിയലും ചെയ്യുന്നത് പോലെ അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ കൈയൊക്കെ ഇങ്ങനെ അനക്കാൻ പറ്റാത്തവരെ പിടിച്ച് ഇങ്ങനെ തിരിക്കുന്ന പരിപാടികളൊക്കെ ഇല്ലേ, അത് തായ് മസാജ് ഒക്കെ അതിന്റെ ഒരു ഡിഫറെന്റ് വെറൈറ്റിയാണ്. അപ്പൊ നമ്മളൊരാളുടെ കൈ പിടിച്ച് നടക്കുന്നു, അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല, നടുവേദനയാണ്, അത് ട്രീറ്റ് ചെയ്യാനും കൂടി പഠിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ അല്ലേ, ഇഫ് ഇറ്റ് ഇസ് ട്രീറ്റബിൾ. അതല്ലെങ്കിൽ ആഫ്റ്റർ സർജറി കഴിഞ്ഞിട്ട് ആൾക്കാരെ കുറച്ച് ദിവസം നോക്കുന്നവരൊക്കെ ഉണ്ട്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് വിൽ വർക്ക് ആസ് പോസ്റ്റ് സർജറി കെയർ യൂണിറ്റിലൊക്കെ അവരിടും. പക്ഷെ അതൊന്നും നല്ലൊരു ജോലിയാണോ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് അപ് ടു യു. അപ്പൊ അതുകൊണ്ട് കുറേ വെറൈറ്റീസ് ആലോചിക്കുക. ഡോണ്ട് settle for lower, always look for higher. If you don't get it, fine, you can always go down. I'm not saying that. ഇഷ്ടംപോലെ ജോലികളുണ്ട്. You look at what all you can do. +1 +2 ശേഷം എവിടെയൊക്കെ പോവാം, എവിടെയൊക്കെ എത്താം, എന്തൊക്കെ ഹയസ്റ്റ് ജോലി എന്താണ് ലോകത്ത്, അത് എവിടെ ആർക്കെത്താൻ പറ്റും നോക്കുക. അങ്ങനല്ലേ നോക്കേണ്ടത്. ഡോണ്ട് വറി. അച്ഛനും അമ്മയൊക്കെ they are there, they will take care of you. Or your brother will take care of you. You are lucky that you have got a elder brother who is in a job. It is his responsibility to take care of you. ഒരാള് ലണ്ടനിലുള്ള നല്ലതാണ്. യു ഹാവ് സെക്കൻഡ് ചാൻസ്, നോ ഓപ്ഷൻ ടു ഗോ ദർ ആൻഡ് സ്റ്റഡി. എപ്പോഴും അത് അങ്ങനെ ഒരു ക്രൈറ്റീരിയ നോക്കേണ്ടത്. ബിക്കോസ് ഹി ഈസ് ഓൾറെഡി ദർ, യു ക്യാൻ ഗോ ആൻഡ് സ്റ്റഡി ദർ. ഓപ്ഷൻ നോക്കൂ, എല്ലാ ഓപ്ഷൻസും നോക്കൂ. പഠിക്കുക, നല്ലപോലെ സ്ട്രോങ് ആയിട്ട് പഠിക്കുക. എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള പഠനം ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതാണ് വേണ്ടത്. ഞാൻ TPSCയുടെ ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻസിന്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കും ഓരോന്ന്. ഇവള് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണമെന്നും എങ്ങനെ പഠിക്കണമെന്നും, ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ എങ്ങനെ പഠിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൽസ് എടുത്ത് പഠിക്കണം എന്നും അതൊക്കെ ഞാനിങ്ങനെ വീഡിയോസ് കണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവള് വീഡിയോസ് ഒന്നും കാണാറില്ല. അല്ല, സബ്ജക്ട് വൈസ് ഓരോ സബ്ജക്ട് ഇന്ന് റൈറ്റ് ഡൗൺ ഫിസിക്സ് ആൻഡ് ദെൻ ലുക്ക് ഫോർ ഡോക്ടർ TPS, ദെൻ യു വിൽ ഗെറ്റ് സംതിങ്. മൈക്രോബയോളജി ഡോക്ടർ TPS, ജോബ് ഏതൊക്കെ ജോബിന് എവിടെയൊക്കെ പോവാം,
വേർ ഡു ഐ ഗോ? നേഴ്സിംഗ് ഡോക്ടർ TPS. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മനി പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ട്, പക്ഷെ അവർ പോകുന്നില്ല. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ചാലഞ്ചസ്. നമ്മുടെ ഈ കംഫർട്ട് സോണിൽ ജീവിക്കുന്നത് പോലെയല്ല വെൻ യു ഗോ ഔട്ട് ആൻഡ് ദെൻ ലുക്ക് അറ്റ് ദ വേൾഡ്. ഇറ്റ്സ് ഡിഫറെന്റ്, റൈറ്റ്? So there are people who are qualified, they can go abroad and settle, but they don't want to go. After some time they feel that was not my choice. നഴ്സിംഗിന് പഠിക്കാൻ പോകുമ്പോൾ വിചാരിച്ചത് എനിക്ക് ജർമ്മനി പോകണം എന്നൊക്കെയാണ്. 5 കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നോ, ദാറ്റ്സ് നോട്ട് എ ഗുഡ് പ്ലേസ്. കാരണം ഇറ്റ്സ് നോട്ട് എ സേഫ് പ്ലേസ് നൗ. ഉക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് എൻ്റെ കുട്ടികൾ കുറെ പേര് എന്നെ വിളിച്ചിരുന്നു, എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾ ഇവിടെ പെട്ടു, എന്ത് ചെയ്യുന്നു? നോബഡി ഈസ് ദർ ടു ലുക്ക് ആഫ്റ്റർ ദം. അവിടുന്ന് വിട്ടു വരേണ്ടി വന്നു. ആഫ്റ്റർ ദാറ്റ് ഈവൻ ദ കോഴ്സ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. No value for that. Understood? I'm not saying that's possible for all the country every time. It's a risk is there, but see that you get into a stronger place so that it is valid throughout your life. അതുപോലെ എബ്രോഡിൽ പോയിട്ട് കോഴ്സ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ളവരുണ്ട്, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്. ഇവിടുത്തെ ക്വാളിഫയിങ് എക്സാം പാസ്സായിട്ടില്ല അവർ. 8 കൊല്ലായി MBBS കഴിഞ്ഞു, ചൈനയിൽ നിന്നാണ്. But he couldn't practice because qualifying exam ഇവിടെ എഴുതുമ്പോൾ തോറ്റുപോകും. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതുകൊണ്ട് എബ്രോഡിലൊക്കെ പോയി പഠിക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. ദർ ആർ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വണ്ടർഫുൾ വെൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർ ആർ ഫേക്ക് വൺസ് ഓൾസോ. ഇത്തരം ചെറിയ കോഴ്സുകളൊക്കെ നടത്തുമ്പോൾ ദേ ആർ ഡൂയിങ് ഇറ്റ് ടു മേക്ക് മണി. ആദ്യം അത് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ട്രോങ്ങർ ആയിട്ട് നല്ല പഠനം, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്ത് പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു മസ്റ്റ് സെലക്ട് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് പ്ലേസ് എന്നൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ UK ഉണ്ട്, IELTS വേണ്ട, GRE വേണ്ട, 20 lakhs പാസ്സാവാം, മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കുറെ പേര് പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ദേ ഹാവ് നത്തിങ്. അവരുടെ എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ 20 lakhs they pay, they do a course, 20 lakhs they can earn by doing some extra job. അപ്പോൾ യു ആർ ഏർണിംഗ് മണി ആൻഡ് ലേണിംഗ്. പക്ഷേ ആ കോഴ്സ് കൊണ്ട് 4 വർഷം അവിടെ ചെലവഴിച്ചു, 2 വർഷം പഠിച്ചു, 2 വർഷം വർക്ക് ചെയ്തു. എന്താണ് അവർ ഗെയിൻ ചെയ്തത് അതുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ മാസ്റ്റേഴ്സ്, യു മസ്റ്റ് ഗെറ്റ് മാരീഡ് ടു സംബഡി ഹു ഈസ് ഓൾറെഡി ഇൻ എ ജോബ് ഓർ ഏർണിംഗ് സംതിങ്. അങ്ങനെ കുറേ കുട്ടികൾ എനിക്കറിയാം. അതുകൊണ്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇഫ് യു വാണ്ട് ടു ഗോ ഹയർ ആൻഡ് ഹയർ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കുറച്ച് നന്നോണം ശ്രദ്ധിക്കണം. നല്ല കമ്പനി വേണം, അപ്പോൾ പഠിക്കാൻ എളുപ്പം. എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എളുപ്പം പാസ്സാവും. നല്ല കുട്ടികൾ വേണം, നല്ല ഫ്രണ്ട്സ് വേണം, ഇരുന്ന് ഡിസ്കസ് ചെയ്യണം, പഠിക്കാൻ തീരുമാനിക്കുക, കൂടെ ഡൺ, ഇറ്റ് ബിക്കംസ് ഈസിയർ. ഇപ്പൊ നിങ്ങളുടെ ബയോളജിയിലുള്ള ബോട്ടണിയിലെ ടെക്നിക്കൽ ടേംസ് ഒക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ഞാൻ പണ്ട് ബിർള പബ്ലിക് സ്കൂളിൽ വന്ന സമയത്താണ് ആദ്യം ഈ പ്രോബ്ലം കുട്ടികൾ പറഞ്ഞത്. ഐ സെഡ് കം, എല്ലാ കുട്ടികളെയും പിടിച്ചു നിർത്തി ഷടപടയെന്ന് കൊണ്ട് പഠിപ്പിച്ചു. 1/2 മണിക്കൂർ കൊണ്ട് എല്ലാ ടെക്നിക്കൽ ടേമും എല്ലാവരും പഠിച്ചു, ബൈ ഹാർട്ട് പഠിച്ചു. ബൈ ഹാർട്ട് പഠിക്കണം. ആ ബൈ ഹാർട്ട് പഠിക്കാതെ അതെങ്ങനെ ലോജിക്കലി പഠിക്കാം? അത് ലോജിക്കൊന്നുമില്ല, ആ പെരുന്നതാണ് അത്ര തന്നെ. അപ്പൊ അത് ബൈ ഹാർട്ട് പഠിക്കണം. അപ്പൊ അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് ഗുഡ് ഫ്രണ്ട്സ്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ലോണം പഠിക്കാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമുക്ക്? UG TPSC എപ്പോഴും UG നമ്മളെ ഇന്ത്യയിൽ പഠിക്കുകയല്ലേ നല്ലത്? അവിടെയല്ലേ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനുള്ള ഒരു അല്ല, ഇന്ത്യയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും നല്ലതല്ല. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയാൽ ഇന്ത്യയാണ് നല്ലത്. ഇപ്പൊ UG ഏതെങ്കിലും സാധാ കോളേജിൽ കേരളത്തിൽ പഠിച്ചുകൊണ്ടെന്താ കാര്യം? ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നല്ല ഫ്രണ്ട്സ്, നല്ല കമ്പനി ഉണ്ടാവുക, നല്ല ഫാക്കൽറ്റി ഉണ്ടാവുക, നല്ല ഇൻസ്റ്റിറ്റ്യൂഷന്. എല്ലാ കോഴ്സും എല്ലായിടത്തും നല്ലതല്ല, ചിലതൊക്കെ ചിലയിടത്ത് നല്ലതാണ്. പക്ഷെ ഇന്ത്യയാണ് കുറച്ചും കൂടി ഓക്കെ. ഈ ഒരു പ്രായത്തിൽ മോള് എബ്രോഡിൽ പോകണോ വേണ്ടയോ എന്ന് അമ്മ തീരുമാനിക്കണം, അച്ഛൻ തീരുമാനിക്കണം. നമ്പർ 1. നമ്പർ 2, നല്ല പുറത്ത് പഠിക്കണമെങ്കിൽ യു ഡോണ്ട് ഗെറ്റ് ഫെലോഷിപ്പ്, യു ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് മണി. അത്രയും സ്പെൻഡ് ചെയ്തിട്ട് അവിടെ പഠിക്കുന്നത് വർത്താണോ അല്ല ഇന്ത്യയിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് വർത്താണോ എന്ന് ആലോചിക്കുക. ഇപ്പൊ AFMCയെ പോലെ നല്ലത് ലോകത്തിൽ എവിടെയില്ല, ഇന്ത്യയിലല്ല ലോകത്തിൽ എവിടെയില്ല. ഇപ്പൊ അടുത്ത കാലത്ത് AFMCയിലുള്ള ഒരു കുട്ടി കോൺബനേക ക്രൂർപതിയിലെ ഇന്റർവ്യൂവിന് വന്ന് ഞാൻ അടുത്ത് പറയണ്ടായി. വണ്ടർഫുൾ. ഇപ്പൊ പാർക്കു ടീച്ചറുടെ ഹസ്ബൻഡിന്റെ വീട്ടിലെ 3 or 4 പേര് AFMCക്കാരാണ്. എന്റെ മരുമകൻ AFMC ആണ്. ഈസ് എ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഇൻ കോഴിക്കോട്. ഇപ്പോൾ അപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാൽ യു ഗെറ്റ് പെയ്ഡ് മോർ, യു ഗെറ്റ് മോർ ജോബ്, യു വിൽ ബി കോട്ട്, യു വിൽ ബി അറ്റ് ദ ഹയസ്റ്റ്.
അതല്ല താഴെയാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. അത് ഓരോ മെഡിക്കൽ കോളേജും ഡിഫറെൻ്റ് ആണ്. അപ്പൊ UG കേരളത്തിലാണോ നല്ലതെന്ന് ചോദിച്ചാൽ എവിടെ എന്ത് പഠിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. സോ എയിം ഫോർ ദ ബെസ്റ്റ്, റൈറ്റ് ഓൾ എൻട്രൻസ് എക്സാംസ്, പെർഫോം വെൽ. അതാണ് ആദ്യം വേണ്ടത്. അത് കിട്ടില്ല എന്നുള്ള ഭയം ഇപ്പം വെച്ചിട്ട് വേറെ എന്തെങ്കിലും തപ്പാൻ നോക്കിക്കഴിഞ്ഞാൽ പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ കുറയും. കാരണം യു ഓൾറെഡി ഡിസൈഡഡ് ഐ എം നോട്ട് ഗോയിങ് ഫോർ ദാറ്റ്. അപ്പൊ എന്ത് പറ്റും? അത്രേ ഉണ്ടാവുള്ളൂ. ആ കമ്പനിയും അത്രേ ഉണ്ടാവുള്ളൂ. The people with whom you are discussing will be only that sort of people. Okay. നല്ല മെറിറ്റ് ഉള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഐ എം എയിമിങ് ഫോർ ദാറ്റ് എന്ന് 100% തീരുമാനിച്ചുറച്ചാൽ യുവർ കമ്പനി വിൽ ബി ഗുഡ്, യു വിൽ ബി ഗുഡ്. അതാണ് വേണ്ടത്. ബി മോർ ഫോക്കസ്ഡ്, മോർ ഓറിയന്റഡ് ടുവേർഡ്സ് ഹയർ ജോബ്സ്. കേരളം നല്ലതാണോ മോശമാണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ചില ബാച്ചുകൾ നല്ലതാണ്. ഇപ്പൊ എൻ്റെ കോളേജിൽ മാത്സ് നല്ലതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ബാച്ച് നല്ലതായിരുന്നു, അതിന് മുമ്പിലുള്ള ബാച്ചും നല്ലതല്ല, പിന്നെയുള്ള ബാച്ചും നല്ലതല്ല. അത് ടീച്ചേഴ്സിന്റെ ഗുണമല്ല, കോളേജിന്റെ ഗുണമല്ല. ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നമ്മൾ നന്നാവും. അതുകൊണ്ട് ആ കമ്പനിയാണ് നല്ലതാവേണ്ടത്. ഇത് പബ്ലിഷ് ചെയ്യാൻ ടൈം